നല്ല വെള്ളം കൊണ്ട് വരും. അപ്പം ബൈക്ക് യാത്രക്കാരൊക്കെ ഏതായാലും കുറച്ചൊന്ന് സ്ലിപ്പാവട്ടോ. നമ്മുടെ ഈ ആറുവരിപ്പാതയിൽ നിന്ന് വരുന്ന വെള്ളം കാരണം മുകളിലുള്ള ടീമിന് പ്രശ്നമില്ല. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിലൂടെ വലിയ കാറുകളൊക്കെ സ്പീഡ് പോകുമ്പം ഇതിലൂടെ കാൽനടയായി പോകുന്ന ആളുടെ തലയിലേക്ക് വരെ വെള്ളം എത്തുന്നുണ്ട്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കോഴിക്കോട് അറപ്പുഴ കേട്ടോ. അറപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ. എന്തായാലും ആകാശം ഇത് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വീഡിയോ എടുക്കുക. ഉച്ച വരെ പെരുമഴയായിരുന്നു. ഇപ്പോൾ അതാ നല്ല നീലാകാശം, നല്ല ഹരണ്ട് കാണാൻ. വാവ്. അപ്പം നമ്മുടെ അറപ്പുഴ ഈ ഭാഗത്ത് ഈ അപ്രോച്ച് റോഡ് മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കാട്ടോ നടക്കുന്നത്. രണ്ട് പാലം, ഒരു പഴയ പാലം സെൻട്രൽ ഭാഗത്ത് ഇതാ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. മറ്റേ ഭാഗം 3 വരി പാത വർക്കൊക്കെ കഴിഞ്ഞ് അതും വാഹനങ്ങൾ ഉഷാറായിട്ട് അതിലിങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ പണിക്കാരിന്നില്ലല്ലോ അല്ലേ. ഇവിടെ ഇതാ അപ്രോച്ച് റോഡ് അതൊക്കെ ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാലം വരെയുള്ള ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ സൈഡ് വാളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേബിയൻ വാളാണ്. ഞാൻ താഴത്ത് പോയിട്ട് കാണിച്ചു കേട്ടോ. എല്ലാ പണിയും കഴിച്ച് വെച്ചവർ നമ്മുടെ ബോക്സ് ഗേഡർ, പൂനെയിൽ നിന്നും കൊണ്ടുവരുന്ന ബോക്സ് ഗേഡർ അതിന് വേണ്ടി വെയിറ്റിങ്ങിലാട്ടോ. വെയിറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർക്ക്, പാലത്തിൻ്റെ വർക്ക് ക്യാംസിൻ്റെ ഇതിൽ തന്നെ ഇതേ സെയിം വർക്ക് നടക്കുന്നുണ്ട്. അവർ അത് 2 കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ. ഇവിടെ ഫുള്ള് പിയറിൻ്റെ മുകളിൽ അവർ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ആ ഗാഡർ വെക്കാനുള്ള, ബോക്സ് ഗാഡർ വെക്കാനുള്ള ഷൂ വരെ, കോൺക്രീറ്റ് ഷൂ വരെ വാർത്ത് വെച്ച് ഇനി അതിൻ്റെ മുകളിൽ സസ്പെൻഷൻ ആ മെഷീൻ വെക്കുക, അതിൻ്റെ മുകളിൽ ഇത് വെക്കുക, നമ്മുടെ ഗാഡർ കൊണ്ട് വെക്കുക. പക്ഷെ ഇവിടെ എവിടെയും ഗാഡർ, ബോക്സ് ഗാഡർ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട് അവർക്ക്. ഇപ്പം നമ്മുടെ പുറക്കാട്ടി അവർ ബോക്സ് ഗാഡർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ സ്ലാബ് എടുത്ത് വെക്കുന്ന വർക്ക് ആരംഭിച്ചു. അതിൻ്റെ മുമ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഇനി അത് കഴിഞ്ഞ് അവർ ബോക്സ് ഗാഡർ എടുത്ത് വെക്കാൻ കോരപ്പുഴ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. കോരപ്പുഴ ഭാഗത്ത് ബോക്സ് ഗാഡർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഇവിടേക്കുള്ള ഗാഡറുകളൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ കണ്ടിന്യൂ വർക്ക് അവിടെ, എല്ലാ പണിക്കാരും അവിടെ ഉണ്ട് കേട്ടോ. തൽക്കാലം അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ടല്ലോ, അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടോ. ഇപ്പോൾ ഏതായാലും ഇവിടെ ഒന്നും ഇപ്പോൾ താമസക്കാരില്ലേ. അടിയിൽ വരെ ഇന്ത്യക്കാർ ഫുള്ള് താമസക്കാരില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ പണിക്കാർ, പകുതിയിലേറെ പണിക്കാർ ക്യാമ്പ്സിൻ്റെ പോയിട്ടുണ്ടാവും കേട്ടോ. താഴത്ത് ഈ റോഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള റോഡാട്ടോ. ഈ സർവീസ് റോഡ് പോയതിൻ്റെ അവിടെ ഒന്നും അവസാനിക്കില്ല, ഇത് അവസാനിക്കില്ല. ഇതിങ്ങനെ റൗണ്ട് അടിച്ച് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. വെള്ളം ഏറി കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല കേട്ടോ. നമ്മുടെ പ്രളയമുള്ള സമയത്ത് ഇതാ ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വരെ വെള്ളം എത്തിയിരുന്നു. അതാ നമ്മുടെ ഗാഡറിൻ്റെ അടിഭാഗം വരെ അത്രയും വെള്ളം പൊങ്ങിയിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ മഴക്കാലം അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. ആ ബിൽഡിംഗ് ആണുള്ളത്, അത് ഏതാ ബിൽഡിംഗ് അറിയാമോ? നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പില്ലേ, അതിൻ്റെ മുതലാളി ഇവിടുന്ന് ആത്മഹത്യ ചെയ്തില്ലേനോ, ആ ബിൽഡിംഗ് ആട്ടോ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഒരുപാട് ബിൽഡിങ്ങുകൾ നമ്മുടെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2-3 ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒരുപാട് ബിൽഡിങ്ങുകൾ അവർ കോഴിക്കോട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പോകാം. ഇതിപ്പോൾ 5 വരി പാത കേട്ടോ, 5 വരി പാത. അതായത് ഈ 2 വരിയും ഈ 3 വരിയും അങ്ങനെ 5 വരി പാതയായി മാറും ഇത്. അത് നമ്മുടെ മാമ്പുഴ ഭാഗത്ത്, അതായത് ടോളിൻ്റെ അടുത്ത് 5 വരി പാത വർക്ക് തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴിക്കോട് ഭാഗത്ത്, കോഴിക്കോട് ബൈപ്പാസിൽ NH66 വലിയ വാഹനങ്ങൾക്ക് നമ്മുടെ 6 വരിപ്പാതയിൽ എവിടെയും നിർത്തിയിടാനുള്ള ഒരു സ്ഥലമില്ല കേട്ടോ. അതായത് ലോങ്ങിൽ നിന്ന് വരുന്ന വലിയ ലോറികൾക്കൊന്നും അവർ കിട്ടുന്ന ഗ്യാപ്പിൽ എവിടെ വെച്ചാൽ അവിടെ നിർത്തിയിടാണ്. പിന്നെ അതുകൂടാതെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, ഇതിൻ്റെയൊക്കെ പാടെന്താണ്, ഇതൊക്കെ പണ്ടേ ഇങ്ങനെ പറഞ്ഞതായിരുന്നു കേട്ടോ. ഏതായാലും അതൊക്കെ ഡ്രൈവർമാരോട് തന്നെ ചോദിക്കണം, എന്താണിപ്പം ഇതിലൂടെ ഉള്ള യാത്ര ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്നുള്ളത്.
ഇവിടെയൊക്കെ പടുത്ത് ടാർ ചെയ്തിട്ടുള്ളല്ലോ. ഗേബിയൻ വാളാട്ടാണ്ടോ നെറ്റ് വെച്ചിട്ടുള്ള. അപ്പം ഇതിനുള്ള സൗകര്യം ഒന്നാമത് 44 മീറ്റർ ഉള്ളു നമ്മളെ റോഡ്. അതാണ് കാര്യമായിട്ട്. 64 മീറ്ററോ എന്താ വേണ്ട ശരിക്കും. സാധാരണ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ 62 മീറ്റർ വീതിയിൽ വരുന്നുണ്ട് റോഡ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എല്ലാ ഏരിയയിലും ബാഗുകളുണ്ടാവും വാഹനങ്ങൾക്ക് നിർത്തിയിടാനുള്ള. സർവീസ് റോഡ് ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് കഴിഞ്ഞതാട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇവർ ഗേബിയൻ വാൾ തന്നെയാണോ ഈ ഭാഗത്ത് അപ്രോച്ച് കൊണ്ട് വർക്ക് മണ്ണൊക്കെ ഇവിടെ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ റാവിസിൻ്റെ അതായത് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു ഭാഗം. അത് റോഡിൻ്റെ വീതിയൊക്കെ കുറഞ്ഞ് അങ്ങോട്ട് കയറിപ്പോകുന്ന അവർക്ക് പിന്നെ അപ്പുറത്തെ സൈഡ് ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത് കൂടി കേട്ടോ നമ്മുടെ റിട്ടേണിങ് വാൾ പോകുന്നത്. ഓക്കെ, ഇവിടെ ഇനി മണ്ണ് ഇതൊക്കെ എന്ത് നിറച്ച് ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അവിടെ നിന്ന് അങ്ങോട്ട് എന്താണത് അവിടെ നിന്ന് അങ്ങോട്ട് ക്യാംസിക്ക് നമ്മുടെ രാമനാട്ടുകര വരെ ഒരു വർക്കും ഇല്ല കേട്ടോ. ഫുള്ള് വാഹനങ്ങളൊക്കെ സെറ്റപ്പായിട്ട് പോകുന്നുണ്ട്. വീഡിയോയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇവർ കൈ ഓക്കെ, അതെന്തായാലും നമ്മൾ വീഡിയോ കൊടുക്കുക. ഇപ്പം നമ്മൾ അഴിഞ്ഞിലം പാലത്തിൻ്റെ മുകളിലാട്ടോ. ഇവിടുന്ന് രാമനാട്ടുകര ബ്രിഡ്ജ് വരെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ 2 ഫുട് ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. ഇതിൻ്റെ ആക്ഷൻ ഉണ്ടല്ലോ ഈ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ വലിയ വാഹനങ്ങൾ പോകുമ്പോൾ നല്ല ഫീൽ ചെയ്ത് കേട്ടോ. ഒരു കുലുക്കം. കോഴിക്കോട് ബൈപ്പാസ് എത്രയും പെട്ടെന്ന് 10 വരിപ്പാതാക്കണം. എന്തോ ഒരു തിരക്കറിയോ. കോഴിക്കോട് ടൗൺ ഏരിയ കേട്ടോ. ടൗൺ ഏരിയ കഴിഞ്ഞ് നമ്മുടെ മാളിക്കടവ് ആ ഭാഗത്തോട് കഴിയുമ്പോൾ ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ മലപ്പുറം ഏരിയ ഒക്കെ രാമനാട്ടുകര വരെ ഈ നല്ല തിരക്കാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഇത്ര തിരക്ക് കാണൂല. രാമനാട്ടുകരയിൽ നിന്ന് എയർപോർട്ടിലേക്ക് തിരിയുന്ന അതുകൊണ്ട് രാമനാട്ടുകര മുതൽ നമ്മുടെ എവിടെ വരെ വേങ്ങേരി വരെ നല്ല തിരക്കാട്ടോ. അഴിഞ്ഞിലം സർവീസ് റോഡിൽ ഇപ്പം നമ്മുടെ 6 വരിപ്പാതയിൽ നിന്ന് വെള്ളം താഴോട്ട് വരാനുള്ള വേണ്ടിയിട്ടുള്ള പൈപ്പുകളാട്ടോ അതൊക്കെ. അതിൽ നിന്ന് റോഡിലേക്ക് അങ്ങോട്ട് വരിക. റോഡിലൂടെ നല്ല പെരുമഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളം കൊണ്ട് വരും. അപ്പം ബൈക്ക് യാത്രക്കാരൊക്കെ ഏതായാലും കുറച്ചൊന്ന് സ്ലിപ്പാവട്ടോ. നമ്മുടെ ഈ 6 വരിപ്പാതയിൽ നിന്ന് വരുന്ന വെള്ളം കാരണം മുകളിലുള്ള ടീമിന് പ്രശ്നമില്ല. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിലൂടെ വലിയ കാറുകളൊക്കെ സ്പീഡ് പോകുമ്പം ഇതിലൂടെ കാൽനടയായി പോകുന്ന ആളുടെ തലയിലേക്ക് വരെ വെള്ളം എത്തുന്നുണ്ട്. ഇപ്പം അതിൽ നിന്ന് പിന്നെ നേരെ വന്നിട്ട് ഈ ഡ്രെയിനേജ് ചെറിയ ഹോൾസിലേക്കാട്ടോ വെള്ളം പോകുന്നത്. അതൊക്കെ എത്രത്തോളം സ്പീഡ് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. ആക്കം പോലെയൊക്കെ അങ്ങോട്ട് പോകണുള്ളൂ കേട്ടോ. ഏതായാലും ആറി ബ്ലോക്ക് ഇതിനും കൂടിയൊക്കെ നല്ല പെയിൻ്റ് അടിക്കണമായിരുന്നു അല്ലേ. അടിപൊളി. എന്തെങ്കിലും ഒരു കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റപ്പായി. ഇതൊക്കെ ഇനി കറുത്ത് കരിമുട്ടിയാവും പൂപ്പൊക്കെ പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ കൊടൽ നടക്കാവ് ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി. ഇവിടെ കണ്ടോ ഇതേതായാലും നമ്മുടെ യൂറോക്കോൺ ടൈലൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. മുകളിൽ സെറ്റ്. പക്ഷേ കുറച്ച് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരണം കേട്ടോ. ഇതൊക്കെ ഭാവിയിൽ നമ്മളെ ലിഫ്റ്റ് ആക്കണം. നല്ല ഉഷാറാവുള്ളൂ. ആളുകൾ കയറി മുട്ട് തേയും. അതിനകത്ത് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറി വരാണ്ട്. ഈ ഭാഗത്ത് കുറച്ച് കുറവാട്ടോ. ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശമായതുകൊണ്ട് അങ്ങനെ നമുക്ക് വാഹനങ്ങളുടെ പോക്കുവരവുകളൊന്നും നോക്കാം അല്ലേ. കാറുകൾ സെക്കൻഡ് ട്രാക്കിലാട്ടാ. ഇപ്പോൾ ബൈക്കുകാരുള്ളത് കൊണ്ട് അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും.
ഫസ്റ്റ് ട്രാക്ക് മൊത്തം ബൈക്കുകാർ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ വലിയ വാഹനങ്ങൾ ഇതിൽ പോകും. വലിയ വാഹനങ്ങൾ വലിയൊരു അപകട ഏരിയ തന്നെ കേട്ടോ അത്. അതായത് വലിയ വാഹനങ്ങൾ ഫസ്റ്റ് ട്രാക്ക് പോകുമ്പോൾ ബൈക്കുകാർ വലിയ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ട്രാക്കിലൊക്കെയാണ് കയറുന്നത്. വളരെയധികം ശ്രദ്ധിക്കണം ബൈക്കുകാരെ. ഞാനും ബൈക്ക് മാത്രമുള്ള ഒരാളാണ്. ഇപ്പം ബൈക്കിനോട് വെറുപ്പുണ്ടായിട്ട് പറയില്ല കേട്ടോ. ഞാനിങ്ങനെ അനുഭവിക്കുന്ന കാര്യമാണ്. എന്താ വെച്ചാൽ നമുക്കറിയാം, ഫസ്റ്റ് ട്രാക്കിൽ വലിയ വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ബൈക്കുകാർ വലിയ ലോറിയേക്കാളും സ്പീഡിലാണ് ബൈക്കുകാർ വരിക. അപ്പോൾ ബൈക്കുകാർ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്റ്റ് ട്രാക്കിൽ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടോ, ഇപ്പം മിക്സഡ് ആയിട്ടാണ് വാഹനങ്ങളൊന്നും ഇപ്പം കർശനമായിട്ടുള്ള ആ ഒരു ട്രാക്ക് പാലിച്ച് പോകുന്നില്ല. അപ്പോൾ ഇവർ ഒന്നും കൂടി കർശനമാക്കാനുണ്ട് ഈ റൂട്ടുമ്മൽ. അതായിട്ടില്ല. എന്തായാലും ഫുള്ള് വർക്ക് കഴിഞ്ഞാലൊക്കെ എന്തൊക്കെ ആവഹിക്കും. ആ സമയത്ത് നമ്മളെ ബൈക്കുകാരൊക്കെ എടുത്ത് ഇവർ പുറത്തിടാൻ സാധ്യതയുണ്ട്. ബൈക്കുകാരെ പുറത്തിടാഞ്ഞാൽ മതിയായിരുന്നു. സിറ്റി ഏരിയകളിലൊക്കെ ബൈക്കുകാരെ ഇവിടുത്തെ കാറിൻ്റെ ഒക്കെ വേഗത ഒന്ന് ലിമിറ്റ് ചെയ്താൽ സർവീസ് റോഡ് ബ്ലോക്ക് ആവാതെ കഴിച്ചിലാവും കേട്ടോ. നമ്മളെ അഭിപ്രായങ്ങളാട്ടോ. ആരും വേണ്ടാത്ത കമൻ്റ് ഒന്നും ഇടണ്ട. നമ്മളിങ്ങനെ ഓരോ അഭിപ്രായം പറയാലോ. ബൈക്ക് ഇപ്പം എല്ലാം തന്നെ നമ്മുടെ ഹൈലൈറ്റ് ടൗൺ ഏരിയയിലുള്ള സർവീസ് റോഡ് മൊത്തം ബ്ലോക്കാട്ടോ. മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ചിലപ്പം നല്ലതായിരിക്കും. നമ്മുടെ പന്തീരങ്കാവ് ഫ്ലൈ ഓവർ സൂപ്പർ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാനൊരു മിക്സഡ് വീഡിയോ ആക്കിയാണ്. അറപ്പ വർക്ക് നടക്കുന്നുണ്ടെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭാഗത്തുള്ള കാഴ്ചകളായിട്ട് ഏതായാലും വീഡിയോ ഒന്ന് ഫുള്ളാക്കിയതാട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ സംഭവം ഒക്കെ ചെയ്താളിട്ടോ. ലൈക്കും സബ്ബൊക്കെ ചെയ്താളി, പിന്നെ കമൻറ്റും ചെയ്താളി. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.